ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 6 ഹർജികൾ ഹൈക്കോടതി ഇത് പരിഗണിക്കുന്നുണ്ട്. രാവിലെ 10:15 പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ സിറ്റിംഗ്. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. സമ്പൂർണ്ണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധ രേഖകളും മുദ്രവെച്ച കവറിൽ അഡ്വക്കേറ്റ് ജനറൽ ഡിവിഷൻ ബെഞ്ചിന് നേരിട്ട് കൈമാറും. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരും. ശ്യാം, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ റിപ്പോർട്ടിൽ കർശനമായ ശക്തമായിട്ടൊരു നടപടി എടുക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കോടതി റിപ്പോർട്ട് വിളിച്ചു വരുത്തുന്നത്. ഇന്നിപ്പോൾ എപ്പോഴാണ് കോടതി ഇക്കാര്യം ഈ കേസ് പരിഗണിക്കുന്നത്? 10:15 തന്നെ എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്തുതി അങ്ങനെ തന്നെയാണ്. രാവിലെ 10:15 കോടതിയുടെ നടപടികൾ ആരംഭിക്കുന്നത്. ഇന്ന് പ്രത്യേക ബെഞ്ച് ഇതിനുവേണ്ടി നേരത്തെ തന്നെ ഹൈക്കോടതി രൂപീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ ഒപ്പം CS സുധ എന്നീ ജസ്റ്റിസുമാർ ഉൾപ്പെടുന്ന 2 അംഗ പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഇനി ഹർജികൾ പരിഗണിക്കുന്നത്. രാവിലെ 10:15 കോടതി നടപടികൾ ആരംഭിക്കുക. ഇതിൽ 6 ഹർജികളാണ്, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട 6 ഹർജികളാണ് ഹൈക്കോടതിയുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിലുള്ളത്. ഈ ഹർജികളിൽ ഒന്നാമത്തേത് പൊതുതാൽപര്യ ഹർജിയാണ്. അത് ഒരു പൊതുപ്രവർത്തകൻ നൽകിയതാണ്. ആ ഹർജി ഉള്ളടക്കമെന്നത് ഒന്നാമത്തേത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വിളിച്ചു വരുത്തണം എന്നതായിരുന്നു. ഏതായാലും അവരുടെ കാര്യം, ഹർജിയിലെ ആവശ്യം ഇന്നത്തോടുകൂടി അംഗീകരിക്കപ്പെടുകയാണ്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് രാവിലെ 10:15 അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ നൽകും. എന്നാൽ ആ പ്രത്യേക ബെഞ്ചിന് മുന്നിലാണ് നൽകുക. ഇതിൻ്റെ പകർപ്പാണ് നൽകുക. യഥാർത്ഥ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് നൽകുന്നത്. മറ്റൊന്ന്, ഇതിന്മേൽ പോലീസിൻ്റെ പ്രത്യേക സംഘം അന്വേഷണം നടത്തണമെന്നാണ്. അക്കാര്യത്തിലാണ് ഇന്ന് ഹൈക്കോടതി ഒരുപക്ഷെ തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. പ്രധാനമായും ഹൈക്കോടതി ഇന്ന് ആലോചിക്കുന്നത് അമിക്കസ് ക്യൂറിമാരെ നിയോഗിക്കാനാണ്. ഒരുപക്ഷെ 2 അമിക്കസ് ക്യൂറിമാരെ ഇന്ന് നിയോഗിക്കാനാണ് സാധ്യത. ഇതിലൊരാൾ വനിതാ അമിക്കസ് ക്യൂറിയാകാനും സാധ്യതയുണ്ട്. ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെയാണ് അമിക്കസ് ക്യൂറിമാരായി പരിഗണിക്കുന്നത്. അത്തരമൊരു കാര്യം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരിഗണനാ വിഷയങ്ങളാണ്. പരിഗണനാ വിഷയങ്ങളിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പൊതുതാൽപര്യ ഹർജികളും അനുബന്ധമായ ഹർജികളും എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതിൽ കൂടുതലായി എന്തെങ്കിലും വ്യക്തത വരുത്താനുണ്ട് എങ്കിൽ അക്കാര്യം കൂടി ഇന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തത വരുത്തും. സർക്കാരിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിക്കാനാകുമെന്നതിൻ്റെ നിലപാട് അറിയിക്കുക എന്നതായിരുന്നു. അത് സംബന്ധിച്ച നിലപാട് ഇന്ന് സർക്കാർ ഹൈക്കോടതി അറിയിക്കും. അഡ്വക്കേറ്റ് ജനറൽ ഗോപാലകൃഷ്ണക്കുറുപ്പ് നേരിട്ടാണ് ഹൈക്കോടതിയിൽ ഹാജരാകുന്നത്, അല്ലെങ്കിൽ ഈ കേസിൽ ഹാജരാകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരും ഈ കേസിനെ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. മറ്റ് 6 ഹർജികളുണ്ട്. അതിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയുണ്ട്. പൊതുതാൽപര്യ ഹർജി, അതായത് ഈ പോലീസ് തന്നെ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയുണ്ട്. സജിമോൻ പാറയിലിൻ്റെ ഹർജിയുണ്ട്. അങ്ങനെ 6 വ്യത്യസ്ത ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇത് പരിഗണിക്കുമ്പോൾ നേരത്തെ നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദങ്ങൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ ഏതാണ്ട് 3 ആഴ്ചയോളമായി കേരളത്തിലുണ്ട്. അതിൽ ഏറ്റവും അധികം ആരോപണമെന്നത് ലൈംഗിക ചൂഷണത്തിനുൾപ്പെടെ സിനിമയിലെ സ്ത്രീകൾ വിധേയരായി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേസെടുക്കാനാകുമോ എന്നാണ് നേരത്തെ ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നത്. സർക്കാരിൻ്റെ ഒരു പൊതുനിലപാട് ഹേമ കമ്മിറ്റി ആദ്യം സ്വീകരിച്ച നിലപാടാണ്. അതായത് ഹേമ കമ്മിറ്റി നേരത്തെ സർക്കാരിനോട് പറഞ്ഞിരുന്നത് ഇതൊരു അങ്ങേയറ്റം രഹസ്യമായ രേഖയാണ്, ഇതിന്മേൽ ക്രിമിനൽ നടപടികൾ ആവശ്യമില്ല, മാത്രമല്ല ഇതിൽ മൊഴി നൽകിയ ആളുകൾക്ക് അത്തരമൊരു താല്പര്യവുമില്ല, അതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് ഹേമ കമ്മിറ്റി സർക്കാരിനെ അറിയിച്ചത്. സർക്കാരും കഴിഞ്ഞ 4.5 വർഷമായി ഈ നിലപാടാണ് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്. പക്ഷേ ഇതിപ്പോൾ ഒരു പൊതുതാൽപര്യ ഹർജി വരുമ്പോൾ സർക്കാരിന് ഇത് കോടതിയിൽ നിലപാട് പറയാൻ നിർബന്ധരാകുന്നു. പക്ഷേ സർക്കാർ പറയുന്ന നിലപാട് ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് അങ്ങേയറ്റം രഹസ്യമായ രേഖയാണ്. അത് നേരത്തെ തന്നെ ഹേമ കമ്മിറ്റി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാതിരുന്നത് എന്ന കാര്യവും. പക്ഷേ ഹൈക്കോടതി ഇതിൽ ഇടപെടുകയും ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ അതിൽ സർക്കാരിന് എതിർപ്പില്ല. അങ്ങനെ കോടതി പറഞ്ഞാൽ മുന്നോട്ട് പോകാം എന്നൊരു നിലപാടാണ് സർക്കാർ നേരത്തെ തന്നെ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും 10:15 ഇത് സംബന്ധിച്ച് ഒരു കൂട്ടം ഹർജികൾ, 6 ഹർജികൾ പരിഗണിക്കുന്നത്. ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, CS സുധ എന്നിവരടങ്ങുന്ന ജസ്റ്റിസുമാരാണ് 2 അംഗ പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. ശരി, വ്യക്തമാണ്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.